മലമുറി മലയിൽ മണ്ണെടുപ്പിന് അനുമതി നൽകിയ വിവാദം പുകയുന്നു. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ വി സനൽകുമാർ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴി എന്നിവർ മലയുടെ മുകൾ ഭാഗവും ഗുഹാമുഖവും സന്ദർശിച്ചു. മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ 20 അംഗ സംരക്ഷണ സമിതി രൂപീകരിച്ചതിന് പിന്നാലെയാണ് സന്ദർശനം. പുല്ലുവഴി മലമുറി മുതൽ നെല്ലിമോളം വരെ നീണ്ടുകിടക്കുന്ന മലമുറി മലയിൽ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയ വിവാദം പുകയുന്നു. നടപടിക്കെതിരെ പ്രതിരോധവുമായി പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നാട്ടുകാരും രംഗത്തുണ്ട്. 20 അംഗ സംരക്ഷണ സമിതിക്ക് കഴിഞ്ഞ ദിവസം രൂപം നൽകുകയും ചെയ്തു. തിങ്കളാഴ്ച സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചതിന് പിന്നാലെ ദേശീയ അധ്യാപക പുരസ്കാര ജേതാവും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ വി സനൽകുമാർ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴി എന്നിവർ മലയുടെ മുകൾ ഭാഗവും ഗുഹാമുഖവും സന്ദർശിച്ചു. മലമുറി മലയിൽ മണ്ണെടുപ്പ് നടത്തിയാൽ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഡോക്ടർ വി സനൽകുമാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ ജയകേരളം മലമുറി മല എന്നുള്ളത് വളരെയധികം അല്പം പ്രാധാന്യവും പൗരാണിക പ്രസക്തിയും അതോടൊപ്പം തന്നെ പുരാവസ്തു പ്രാധാന്യവും ഉള്ള മലയാണെന്നുള്ളത് ഇവിടുന്ന് പണ്ട് മുതലുള്ള കാരണവന്മാരിൽ നിന്നുള്ള തലമുറകൾ കൈമാറിയിട്ടുള്ള ഐതിഹ്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ത്രീശേഷിപ്പുകൾ ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇവിടെ കാണപ്പെടുന്ന ആ ഗുഹയുടെ വലിപ്പത്തിൻ്റെ വാമുഖം എന്ന് പറയുന്നത് വളരെ ഒരാൾക്ക് തന്നെ നന്നായിട്ട് കടന്നു പോകാൻ തക്ക രീതിയിലുള്ള ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതും, അവിടെ മറ്റ് വീടുകളും മറ്റൊക്കെ വന്നപ്പോൾ അത് മറ്റു രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുഖഭാവങ്ങൾ അടക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വീട്ടുടമസ്ഥരും മറ്റൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയുടെ ഇതെന്ന് പറയുന്നത് ആ ഗുഹയുടെ ഒഴുക്കെന്ന് പറയുന്നത് പല ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ റൂട്ട് കടന്നു ചെല്ലുകയും അത് പണ്ട് കാലത്ത് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള താവളങ്ങളായിരുന്നു ഈ ഗുഹ സങ്കേതങ്ങൾ എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ പഴയ തലമുറയിലുള്ള വ്യക്തികളും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ മലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പണ്ട് കാലത്ത് ഈ നെന്നങ്ങാടുകളുടെയും അതായത് മഹാശിലായുഗത്തിൻ്റെയും മറ്റു ചില സ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് പല രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്കും മറ്റൊക്കെ വേണ്ടിയപ്പോൾ ഭൂക്കളും മറ്റൊക്കെ നിരപ്പാക്കിയപ്പോൾ അത് മാറ്റപ്പെടുകയും അത് കാണാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മലയുടെ തന്ത്രപരമായിട്ടുള്ള സ്ഥാനം നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇരുഭാഗങ്ങളിലേക്കും മറ്റുള്ള വീടുകളും മറ്റൊക്കെ ധാരാളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇതിന് ഈ സ്വാഭാവികമായിട്ടുള്ള ഈ പരിസ്ഥിതിയുടെ ഇത് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഭൂമി എടുക്കലും മണ്ണ് നികത്തലും മറ്റൊക്കെ ആയിട്ടുള്ള ഇതിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഈ ഇത്തരത്തിലുള്ള ഈ ഗുഹാസങ്കേതങ്ങളുടെ തെളിവുകൾ ഇല്ലാതാവുകയും അതേപോലെ തന്നെ ഈ പണ്ട് കാലത്തുള്ള പല സ്മാരകങ്ങളും മറ്റൊക്കെ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഭൂപ്രദേശത്തെ മുഴുവനായിട്ട് എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. മലയുടെ മുകളിൽ കൂറ്റൻ പാറക്കെട്ടുകളും പ്രകൃത്യാ രൂപപ്പെട്ട ജലസംരക്ഷണ സംവിധാനവും ജലസ്രോതസ്സുകളുമുണ്ടെന്ന് സമിതി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഗവൺമെന്റ് ഏജൻസികൾ പര്യവേഷണം നടത്തി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകളും കണ്ടെത്തി. 45% ചെരിവുള്ള ഈ സ്ഥലത്തു നിന്നും മണ്ണെടുപ്പ് നടത്തിയാൽ സമീപഭാവിയിൽ പ്രദേശത്ത് ഭീകരമായ വരൾച്ച സംഭവിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. സാധാരണക്കാരും SC/ST പിന്നോക്ക ജനവിഭാഗങ്ങളും അടങ്ങുന്ന 100 കണക്കിന് വീടുകളാണ് മലമുറി ഭാഗത്ത് ഉള്ളത്. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ മാത്രം 26 ഏക്കറോളം പുറമ്പോക്ക് ഭൂമിയുണ്ട്. അതിൽ 80 സെന്റോളം പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടുന്ന 2.5 ഏക്കർ മലയിലാണ് മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.